ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ കമൻറ്റ് വന്നായിരുന്നു മീൻ പിടിക്കാൻ പോകാനായിട്ട്. എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് നാടൻ വരാൽ പിടിക്കാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതുണ്ടല്ലോ ഒരു കണ്ടത്തിൻ്റെ സൈഡിലാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് പോയിട്ട് കുറച്ച് നാടൻ വരാൽ പിടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഒരു കണ്ടത്തിന് നടുക്കൂടെ കുറച്ചങ്ങ് അകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയമുണ്ടല്ലോ കറക്റ്റ് 4:30 ആയിട്ടുണ്ട്. ഞാനും ഉണ്ട് ജിനോചാച്ചനുണ്ട്, ഞങ്ങൾ രണ്ടുപേരുമാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ജിപ്സി എടുത്തിട്ടുള്ള ആദ്യത്തെ മീൻ പിടുത്തമാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ നല്ല അടിപൊളി ഒരു പാടത്തിൻ്റെ നടുക്കേക്ക് എത്തിയിരിക്കുവാണ്. ഇതുണ്ട്, ഈ ഒരു കലിങ്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ കാണുന്നുണ്ടല്ലോ, ഫ്രണ്ടിലോട്ടൊന്ന് കാണിച്ചു കൊടുത്തത് നല്ല അടിപൊളി കണ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടത്തിൻ്റെ നടുക്കാണ് ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എവിടം വരെ വണ്ടി പോകുന്നു നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി ഇടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിത് വണ്ടി ഇവിടെ സൈഡാക്കാം. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ ചൂണ്ടിടുന്നത് കേട്ടോ. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് കേട്ടോ, സൂര്യൻ അങ്ങ് മേളിൽ നിൽക്കുവാണ്. നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലുമാണ്, അതുപോലെ നല്ല കാറ്റുമുണ്ട്. ഇത്രയും കാറ്റുള്ളപ്പോഴേക്കും നമ്മൾ ചൂണ്ടിടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എറിഞ്ഞിടാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കപ്പോൾ കുറച്ചൊന്ന് വെയിൽ താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ. വേണ്ടേ, അങ്ങനെ സൂര്യനൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാൻ. ഇത് കണ്ടോ, നമുക്ക് കഴിക്കാനുള്ള നെല്ലാണ്. ഇത് കണ്ടോ, അടിപൊളി. ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നൊരു പാടമാണ്. നെല്ലിങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്, രണ്ട് സൈഡിലും കൊയ്യാറായി വരുന്നു. ഇവിടെ കുറച്ച് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെള്ളമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. നല്ല സ്ഥലം, അതുപോലെ തന്നെ നല്ല അന്തരീക്ഷം. അല്ല, ഇപ്പോൾ ഒട്ടും ചൂടൊന്നുമില്ലോ, നല്ല കാറ്റുമുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്ന നല്ല രസമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു തോട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മീനുകളുണ്ട്. മീനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നാൽ മതി. ഈ വരാൽ, ചെറുമീൻ, കല്ലട, കാരി പോലത്തെ മീനുകൾ എപ്പോഴും വെള്ളത്തിൻ്റെ മേളിൽ വന്നിട്ട് ഓക്സിജൻ എടുക്കും. അപ്പോൾ ആ മീനുകൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ മീനുണ്ടെന്നാണ് അർത്ഥം. മീനുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചൂണ്ട പിടിക്കണമെന്നില്ല. മീനുണ്ടല്ലോ, നമ്മൾ ഇടാൻ പോകുന്ന ചൂണ്ടയാണ് നിങ്ങളെന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചൂണ്ടയുണ്ടല്ലോ, ഞാൻ സാധാരണ ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡ് അധികം ഉപയോഗിക്കാത്തതാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരു ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡും റീലുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫ്രോഗിൻ്റെ വലുപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീനിനെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മൾ ഈ ഒരു വലുപ്പമുള്ള ഫ്രോഗും അതുപോലെ തന്നെ ഒരു ഫ്രോഗും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ 2 ഫ്രോഗാണ് ഉപയോഗിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നാടൻ വരാലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നാടൻ വരാലിന് ഇച്ചിരി ഒച്ചയുള്ള ഫ്രോഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്താണെങ്കിൽ ഒരു സ്പിന്നറൊക്കെ ഉണ്ട്, ഇതുണ്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് റെഡി ആവണം. വെയിൽ കുറഞ്ഞെങ്കിൽ പോലും ഞാൻ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് ഫിഷ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ പൊന്നെ, ഇവൻ്റെ സൈസ് നോക്കി. ഇത് കണ്ടോ, നമ്മുടെ ഫ്രോഗയിൽ ഒന്നടിച്ചിട്ട് മിസ്സായി പോയതാണ്. ദൈവയുടെ സൈസ് കണ്ടോ, ഈ ഒരു സൈസുള്ള വരാലാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇവനെന്നാ ചെയ്യേണ്ട, ഇവനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇവനെന്തോ ഇവിടെ ഒരു ചെറിയ പരിക്കൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നാടൻ വരാൽ അല്ലെങ്കിൽ കണ്ണൻ വരാൽ എന്ന് പറയുന്ന മീൻ, ഈ ഒരു വരാൽ അധികം വലുതാകത്തില്ല കേട്ടോ. ഇത് ഭയങ്കര സൈസൊന്നും ആകത്തില്ല. ഇതൊരു കുറച്ചും കൂടെയൊക്കെ സൈസ് വെക്കുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇത് അതിൽ കൂടുതൽ വലുതാകത്തില്ല കേട്ടോ. പിന്നെ വരാൽ വേറെ ടൈപ്പ് ഉണ്ട്, അവൻ നന്നായിട്ട് വലുതാകും. ഇത് അത്രയും വലുതാകത്തില്ല. ഇത് കേട്ടോ, നമ്മൾ ആ ചേട്ടൻ്റെ ഇത് മേടിച്ചൊക്കെ ഒരു സൈസ് സർവൈവ് ചെയ്ത് നമുക്കങ്ങ് വിശ്വസിക്കാം. ഓക്കോ ഗോ, എനിക്ക് മനസ്സിലായില്ല എന്നാ സംഭവിച്ചതെന്ന്. നമ്മൾ ജസ്റ്റ് അപ്പുറം കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്യണം കേട്ടോ. അടുത്തടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല സൈസാണ് കേട്ടോ. നമുക്ക് കുറച്ച് മുമ്പ് അടിച്ചേക്കാളും കുറച്ചും കൂടെ നല്ല സൈസാണ്. ഇത് കണ്ടോ, അയ്യോ, പക്ഷേ ഇവൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നുണ്ടല്ലോ കറക്റ്റ് കണ്ണിക്കൂടിയാണ് കേട്ടോ. ആദ്യം കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി ഡീസൻറ്റ് സൈസാണ്. പക്ഷേ ഇവനെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാൻ മറന്നു കേട്ടോ, കാരണം ദേഹത്ത് മൊത്തം പൊടിയായത്. ഇവിടെ ഒരു ചെറിയ നീല കളറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹുക്ക് കയറിയിരിക്കുന്നത് ഇവൻ്റെ കണ്ണിക്കൂടെയാണ് കേട്ടോ. 2 ഹുക്കും നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹുക്ക് എടുക്കുന്ന ആ ഒരു പാട്ട് കാണിക്കുന്നില്ല, കാര്യം ഇവനെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം റിലീസ് ചെയ്താലും ഇത് സർവൈവ് ചെയ്യത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കേട്ടോ. ഇത് ചെറിയൊരു സ്പിന്നറുള്ള ഫ്രോഗാണ്, അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ കൂടെ വരുമ്പോഴേക്കും ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ ഒരു സ്ട്രെച്ച് സൈഡിൽ കൂടെ ഫുള്ള് കാശ് ചെയ്ത് പോകാം.
ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ഇതുണ്ടോണേ, ഇതുണ്ടോ വലിയൊരു കണ്ടമാണ്. അതുപോലെ തന്നെ 2 സൈഡിലും നെല്ല് വിളഞ്ഞ് കിടക്കുന്നത്, ഇത് കൊയ്യാറായി വരുന്ന നെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഗോകുലും എൻ്റെ കയ്യിൽ മീന, ഗോകുലും ആദ്യം. നിങ്ങൾ വീട് ഇവിടെ തന്നെയാണോ? ഓക്കെ. ഇവർ നമ്മളെ കണ്ടു ഇങ്ങനെ ബൈക്കിൽ വന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അത് മീന അതടിക്കുമോ? എനിക്ക് അവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, കുഞ്ഞ് സ്ട്രൈക്കായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു കുഞ്ഞ് സ്ട്രൈക്ക് കിട്ടി കേട്ടോ. പക്ഷേ അതിനെ കിട്ടാൻ നന്നായി, കാരണം കിട്ടിയാൽ നമ്മൾ റിലീസ് ചെയ്യേണ്ട സൈസായിരുന്നു. പോയി. നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയ സെയിം സൈസായിരുന്നു കേട്ടോ. പക്ഷേ അവൻ്റെ ഇവിടെ വന്നപ്പോഴേക്ക് ഈ ഒരു ആമ്പലിന് ഇടയ്ക്ക് കയറി. എനിക്ക് തോന്നുന്നത് ഒരു ഹുക്ക് കയറിയിട്ട് ഒരു ഹുക്ക് കയറാതിരിക്കുകയെന്ന് തോന്നുന്നു. കാര്യം അങ്ങനെ അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ ഊരി പോകണ്ടല്ല കേട്ടോ. അതുകൊണ്ട് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഹുക്കാണ്. ചെറുതാണ് കേട്ടോ. കമോൺ, ബേബി വരാലാണ്. ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് ഒന്നും പറ്റിയിട്ടില്ല. പുറത്താണ് ഹുക്ക് ആയിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ഇവിടെ ഹുക്ക് ആയിരിക്കുന്നത്. എൻ്റെ കയ്യെ ഹുക്ക് കയറ്റരുത്, ഞാൻ തിരിച്ചിടാം, ഡോണ്ട് വറി. ഞാൻ മീനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ടോ, കുഞ്ഞൊരു വരാലാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇവനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഇവനെ ഇപ്പം തന്നെ റിലീസ് ചെയ്യുവാണെങ്കിൽ പുള്ളി സർവൈവ് ആയിക്കോളും. അപ്പോൾ നമുക്കിവനെ സേഫായിട്ട് വിടാം കേട്ടോ. കുറച്ചും കൂടെ വലുതായിരുന്നു ഞങ്ങൾ വിടത്തില്ലായിരുന്നു കേട്ടോ. പൊക്കോ. നമ്മളിനിയിപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ടേക്കൊന്ന് പോവാണ്, അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോകണം. ഞാൻ വെച്ചാൽ കുറേ നാൾ കൂടിയിട്ടില്ല നാടൻ വരാൽ പിടിക്കാൻ ഇറങ്ങുന്നത്. ശരിക്കും നമ്മളുണ്ടല്ലോ കുറേ നാളായി ഇത് പിടിക്കാൻ ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരിടയ്ക്ക് നമ്മൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് ചെറുമീൻ വരാൽ പിടിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ നമുക്ക് വന്ന് സ്ഥിരമായിട്ട് വന്ന കമൻറ്റാണ് ഇനി കുറച്ച് നാൾ ചെറുമീൻ പിടിക്കാതിരിക്കാമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും പിന്നെയാണെങ്കിൽ കടലിലേക്ക് ടാർഗറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് വരെ പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു ലൈനിൽ കാസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ റെഡി അല്ലേ? ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മീൻ എടുത്ത് വണ്ടിക്ക് വെച്ചേക്കാം. അല്ലെങ്കിൽ അവൻ അവിടെ ഇരുന്ന് അവനെ വല്ല എലി വല്ല എടുത്തുകൊണ്ട് പോയാലോ? ഇല്ലല്ലേ? പക്ഷെ അവന് നമ്മൾ ഒരു അരജീവനായി കേട്ടോ. വേറെ കാര്യമുണ്ട്, നമ്മൾ മറ്റേ വണ്ടിയായിരുന്നു നമുക്കിത് ഇങ്ങനെ കൊണ്ടിടാൻ തോന്നത്തില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പുറകിൽ ഒരു ലൈവ് ബെയ്റ്റ് വെല്ലൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ? നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ പുറകിൽ ഒരു ലൈവ് ബെയ്റ്റ് വെല്ല് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേറൊരു സാധനം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ജിപ്സിയുടെ പുറകിലും സെറ്റ് ചെയ്യാം, അടിപൊളിയായിരിക്കും. നമ്മൾ ഇവിടുന്ന് വീണ്ടും പുറകിലേക്ക് പോകാൻ വേണ്ടി പോകണം. അതിന് നമുക്ക് മീനെടുത്ത് മീനെന്ന് പറയാൻ മാത്രമല്ല, അത് കാണിച്ചത് പൊക്കെ കാണിച്ച് മമ്മിയൊക്കെ പറഞ്ഞു ഒത്തിരി നാളായി അല്ലേ? ഞാൻ കാണിച്ചു തരാം നമ്മൾ മീൻ എങ്ങനെ ഇടുന്നെന്ന് കേട്ടോ. ഇത് കണ്ടോണം, ഇതങ്ങ് തുറക്കുക, വേണ്ട അവനെ അവിടെ അങ്ങ് വെക്കുക. എടാ അവിടെ ഇരുന്ന് കേട്ടോ. ഓക്കെ, കവർ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തിന് പിടിച്ചു നോക്കാം. അപ്പം ഏട്ടൻ ശരി എല്ലാ ദിവസവും കൂടാൻ പോകുന്നുണ്ടോ? ആണോ? ഒരു ദിവസം ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. ആണോ? വെളുപ്പിന് വരാം. എനിക്കൊരു കുഞ്ഞു വള്ളമുണ്ട്, അത് വിട്ട് വരാം. ശരി. ഈ ചേട്ടൻ്റെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചത് കേട്ടോ. ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടുതൽ ഒരു ദിവസം പോയിട്ട് ചേട്ടൻ മീൻ പിടിക്കുന്നത് കാണിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് കുറച്ച് ചേട്ടൻ്റെ കൂടുതൽ പോകാം കേട്ടോ. ഞാൻ ചേട്ടനോട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കാസ്റ്റ് ചെയ്ത് പോവാണേ. അടിപൊളിയായിരുന്നു കേട്ടോ. മീൻ ആ പുല്ലിനകത്ത് ഇറങ്ങി വന്ന് അടിക്കുന്നത് കറക്റ്റായിട്ട് എനിക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ മീൻ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ അടിക്കുമായിരിക്കും, നമുക്ക് നോക്കാവേ. ഓ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഇന്നത്തെ ഫിഷിങ് മതിയാക്കി നമ്മൾ പയ്യെ തിരിച്ചു പോവുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാറ്റങ്ങ് വന്നിട്ട് ഇതുണ്ട്, വേർക്കുന്നുണ്ടോ, കണ്ടമാനം കിടന്ന് വേർക്കുവാണ്. ഇനിയിപ്പോൾ നല്ല മീനും കിട്ടിയോണ്ട് ഒരു കുഴപ്പമില്ല. അതല്ല, നല്ല നാടൻ വരാലുകറി കഴിച്ചിട്ട് എത്ര നാളായി? ഒത്തിരി നാളായി. നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടല്ലോ, മമ്മീനെ കൊണ്ട് ഈ ഒരു വരാലിനെ വെട്ടി നല്ല അടിപൊളിയായിട്ട് കറി വെക്കാൻ വേണ്ടി പോകണം. എന്നാ കറിയാൻ നമുക്ക് മമ്മിയോട് ചോദിക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് പറയുന്നുണ്ട് ഫിഷിംഗ് വീഡിയോസ്, അതായത് നാടൻ ഫിഷിംഗ് വീഡിയോസ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നാടൻ ഫിഷിംഗ് വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ലൈക്ക് ചെയ്തേക്കട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ നേരെ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട്
കുറെ നാൾ കൂടിയിട്ടാ ചെറുതും പിടിച്ചോണ്ട് വീട്ടിൽ ചെല്ലുന്നത്. മമ്മിയുടെയും സിജി ചേച്ചിയുടെയും പപ്പയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. പോകുന്ന വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴിക്കുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ നല്ല അടിപൊളിയും പന്നീലിയും അതുപോലെ പാമ്പും ധവളയും ഒക്കെ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാൻ അവർക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോകണം. എന്ത് ടാസ്ക്കാണ് ഞാൻ കാണിച്ചു തരാം. എല്ലാവരെയും വിളിക്കട്ടെ, വണ്ടി ഓഫ് ചെയ്തേക്കാം. മമ്മിയെ എല്ലാവരും എല്ലാവരും ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. ഫോണൊക്കെ കുറച്ച് നേരത്തേക്ക് അച്ചാച്ചനാണോ? അച്ഛൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. ദേ ഒരു മിനിറ്റ്, ലൗഡ് സ്പീക്കർ ഇട്ടെ. ഇവർക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാ. എന്നാ നീർനായ, ഒരു കുഞ്ഞു നീർനായ ഹിപ്പോപ്പൊട്ടാമസും നമ്മളുണ്ടല്ലോ. ഇവർക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 സസ്പെൻസ് ഉണ്ട്. ഒന്ന്, അത് രണ്ടും ഞാൻ പറയുന്നില്ല, രണ്ടും നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് വരും. 1 ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കിളിക്കൂട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ തമാശ പറയുമല്ല, എന്താണെന്ന് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് വരും. അതുപോലെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തൊരു കിളിക്കൂടുണ്ട് കേട്ടോ. ആ കിളിക്കൂടി ഞാൻ കാണിച്ചു തരാം. അത് അടിപൊളി കിളി എന്ന് പറയാൻ കിളി എവിടെയും കണ്ടോ? അത്രയും ഭംഗിയുള്ള കിളി നമ്മുടെ കിളിക്കൂട്ടുണ്ടോ? അല്ലേ? മുട്ടയുണ്ട്. അല്ലേ, പറയണ്ട. നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയായിട്ടൊന്നും വരരുത്. അതെനിക്ക് പറയാനുള്ളൂ. മമ്മിയും ബാ. ശോഭ വരണ്ടേ, നിന്നെ വിളിച്ചില്ല. ഒരു ടാസ്ക്, കുഞ്ഞു ടാസ്ക്. ഈ വണ്ടിക്ക് അതൊരു മീനുണ്ട്. ആ മീനെ കണ്ടുപിടിക്കണം. ആ മീൻ ഞങ്ങൾക്ക് കറി വെച്ച് തരുവാൻ വേണം. ആ ഹിപ്പോപ്പൊട്ടാമസിനെ പിടിച്ച് എവിടെ? എന്നാ മീനാ? ഇന്ന് എത്ര എണ്ണം കിട്ടും അറിയോ? 3 വരാല്. 2 ഞങ്ങൾ തിരിച്ചു കിട്ടും. 4 സ്ട്രൈക്ക്. കുറെ നാളുകൂടിയല്ലേ വരാൽ പിടിക്കുന്നേ. മമ്മി, ഈ വരാലിനെ ഇപ്പൊ തന്നെ വെട്ടി കറി വെച്ച് തരണം. ഡൺ. എന്നാ എടുത്താലോ? ആ മമ്മി മീനിനെ വെട്ടാൻ വേണ്ടി പോണേ. ഞാൻ മീനിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വാടാ. ഒത്തിരി നാളായി മമ്മിയുടെ മീൻ വെട്ടൽ കണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞേ ഉള്ളൂ, ഒരു വരാലിനെ കിട്ടുവാണ്. എല്ലാ ദിവസവും മീൻ കിട്ടുന്നുണ്ടോ? അത് ഇന്നുണ്ടല്ലോ, ചേച്ചിക്കും ഈ വരാലിനെ നമ്മൾ വെട്ടി നല്ല അടിപൊളി കറി വെച്ച് കൊടുക്കാൻ വേണ്ടി പോകണം. മമ്മി വെട്ടിയാലോ? അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ മീൻ മമ്മി നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെട്ടാനായിട്ട് 3-4 മിനിറ്റ് ആയിരിക്കും എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന മീൻ, ഇനി നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് ചെറുതായിട്ട് കഷ്ണമാക്കാൻ പോകണം. അപ്പോൾ നമ്മളുണ്ടല്ലോ, ഈ ഒരു മീനിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യമേ ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ മീനയിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇടുവാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരി, കുറച്ച് വിനെഗർ ആഡ് ചെയ്യുവാണ്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മുടെ മീനിലെ ഉളുമ്പൊക്കെ പോയിട്ട്, ഓൾറെഡി നമ്മൾ തൊലി പൊളിച്ചാണ്, എന്നാലും ഉളുമ്പൊക്കെ പോയിട്ട് മീൻ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിട്ടൊന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനയിലെ ഇത് കണ്ടോ, ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ കളർ മാറിയതുണ്ടോ. അങ്ങനെ നമ്മുടെ മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മീൻകറി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. നമ്മളാണെങ്കിൽ ഒരു കുടംപുള്ളിയുടെ കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മീനെ ഉള്ളത് കൊണ്ട്. പിന്നെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പറമ്പിലുണ്ടായ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും മതി ഈ ഒരു മീൻകറി വെക്കാനായിട്ട്. നമ്മൾ ഈ ഒരു മീൻകറി വെക്കാനായിട്ട് നമുക്ക് എത്ര സമയം എടുക്കുമായിരിക്കും? മാക്സിമം 10 മിനിറ്റ്.
6 മിനിറ്റോ 10 മിനിറ്റോ അല്ലേ? 6 മിനിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിടുക. അതിനകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ടേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൊടംപുളിയുടെ പീസും കൂടെ നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഇടുക. പിന്നെ നമ്മുടെ കറിവേപ്പില എടുത്തിട്ട് അതിനെ കുറച്ച് പീസ്, ഒത്തിരി ഒന്നും വേണ്ട, അതിന് നമ്മൾ നന്നായിട്ട് ഒടിച്ചിട്ട് നമ്മുടെ മീൻ കറിക്കകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മളിത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മീനിന് ആവശ്യമായിട്ടുള്ള നല്ല പിരിയൻ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യണേ. അതും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചട്ടിക്കകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, ഇത് മീൻ കുറച്ചേ ഉള്ളൂ, നമ്മൾ കുറച്ച് ചാറ് വെക്കുന്നുള്ളൂ. ഇതിലുണ്ടല്ലോ, ഇതിൻ്റെ കളർ കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഈ മീൻ കറി, അതായത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് പിടിച്ച മീനാണെങ്കിൽ ഈ ഒരു മീൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഉണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടോ, എണ്ണയൊക്കെ ആയിട്ട് തിളങ്ങുന്നുണ്ടോ. അതിനുശേഷം നമ്മുടെ അടുപ്പ് അങ്ങോട്ട് കത്തിച്ചിട്ട് നമ്മൾ ഈ ഒരു മൺചട്ടി എടുത്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെക്കുക. കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ചാറ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ഇച്ചിരി തീ കുറച്ച് വെക്കുക. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കണ്ടോ, നമ്മുടെ മീൻകറി തിളയ്ക്കുന്ന കണ്ടോ. നമ്മൾ അതിലേക്ക് ഇത് ഒരു ഇച്ചിരി കറിവേപ്പില കണ്ടല്ലോ, 2 പീസ് കറിവേപ്പില ഇട്ടിട്ട് നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് ഈ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തീ ഓഫ് ചെയ്ത് വെക്കും. ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയുടെ ഈ ഒരു ചൂട് കൊണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് കഴിക്കാൻ പാകത്തിനാവും. നമുക്ക് കപ്പയില്ലാത്തതുകൊണ്ട് നമ്മൾ ചോറാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് കൂട്ടി നല്ല അടിപൊളി ചോറ് പിന്നാക്കി കറി അമ്മയുള്ളത് കറി എന്നാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഇന്നത്തെ കറിയൊക്കെ പറയാം. നമുക്ക് പുളിശ്ശേരി ഉണ്ട്, പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ട്, ചീരക്കറിയുണ്ട്, നമ്മുടെ പറമ്പിലെ ചീരയാണ് കേട്ടോ, പിന്നെ കടുക് മാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മൾ വെച്ച മീൻ കറിയുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറി. അപ്പോൾ എല്ലാവരും കഴിച്ചോ? ഞാൻ റിവ്യൂ ചോദിച്ചോളാം. ജിനാശാസനാണെങ്കിൽ ഇത് ഒരു കഷ്ണം അങ്ങ് എടുക്കുവാണ് കേട്ടോ. ഏറ്റവും മേലെ ഇരുന്ന പീസ് കുറച്ച് കറിവേപ്പിലയും കൂടെ അല്ലേ. എങ്ങനെയുണ്ട്? പപ്പ എടുക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ പപ്പയും കൂടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് സാധനം. എങ്ങനെയുണ്ട്? നല്ലതാണോ? ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞ വലിയ മീനൊക്കെ പിടിച്ചോട്ട് വരാം കേട്ടോ, അല്ലേ? ഞങ്ങൾ ഇനി കടലിൽ പോയിട്ട് നല്ല അടിപൊളി ചെമ്പല്ലിയും കളഞ്ഞ് പിടിച്ചോട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലതാണോ അമ്മേ? കുറേ നാളായി കഴിച്ചിട്ട്. ചെറുമീൻ വരാതെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ പിടിക്കാൻ പോയിട്ടേ ഇല്ല. എനിക്ക് ഇച്ചിരി ചോറും കൂടെ ഇച്ചിരി ചോറും കിട്ടെ. എനിക്ക് ചോറിനകത്ത് കുഴച്ച് കഴിക്കണം. എനിക്ക് വിശക്കുന്നു ഭയങ്കരമായിട്ട്. എനിക്കിതാ ഇഷ്ടം. അല്ല, എനിക്ക് ഈ കറി അല്ലേ ഇഷ്ടം. ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാനും കൂടെ ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി ചോറും വേണം. അമ്മേനെ കഴിച്ചു കേട്ടോ. നല്ലതാണോ? സൂപ്പർ കറി. ഇങ്ങോട്ടേ കപ്പ പുഴുങ്ങിയോടെ അടിപൊളിയായിരുന്നു കേട്ടോ. കപ്പയോ അല്ലെങ്കിൽ ചക്കയാണെങ്കിലും മതിയായിരുന്നു. നമ്മളിത് പാത്രത്തിലേക്ക് ഒരു ലേശം ചോറിട്ടിട്ടുണ്ട്. ഞാനുണ്ടല്ലോ നമ്മുടെ ചോറിനകത്തേക്ക് ഒരു കുറച്ച് ചാറും കൂടെ ഒഴിക്കുകയാണ്. ഇതുണ്ടോ, ഈ ചോറും മീൻകറിയും പുളിശ്ശേരിയും ഭയങ്കര ടേസ്റ്റാണ്. ഇത് കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒഴിച്ചു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ചീരത്തോരൻ, നമ്മുടെ ഓർഗാനിക് ചീരത്തോരൻ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മാങ്ങാ ചമ്മന്തി, പിന്നെ കുറച്ച് മാങ്ങാച്ചാറും കൂടെ കേട്ടോ. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ, ഇച്ചിരി ചോറേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഈ മീനിൻ്റെ കഷ്ണം കൂടെ എടുത്ത് വെച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച കറിയാണ്, നമ്മൾ പിടിച്ച മീനാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അതിൻ്റെ പേയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മിസ്റ്റേക്ക്. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ, വിശക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് കഴിക്കട്ടെ. അത് തന്നെ, അവൾ UK അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകും. ഇനിയിപ്പോൾ 3-ാം തീയതി പോവാം. ചേച്ചിയുടെ പേരെന്താ? ലിസി. മോള് ജിൻസി. എത്ര പിള്ളേരാ ഇനി? 3 പേര്. ആൺപിള്ളേരാണോ പെൺപിള്ളേരാണോ? 2 ആൺപിള്ളേർ. അവർ ഡെയിലി പഠിക്കുവാണോ? ഇവിടുന്ന് ഒരു മീൻ 100% ഒരു മീനെ പിടിക്കും. മീനെ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഈ സാധനം ബ്ലൂപ്പറിലിടും. എന്നിട്ട് നമ്മുടെ ഒരു 3 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. മോൻ്റെ പേരെന്താ? ഗോകുലും, അക്ഷയും, ആദിത്യൻ. അപ്പോൾ താങ്ക്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.